ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഏതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരുടെ ട്രാൻസാക്ഷൻസ് ഇത്ര രൂപയ്ക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ, ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ ജിസ്ന. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പുതിയ ടേംസ് കുറച്ച് വന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് നിങ്ങൾക്ക് പരിചയമില്ലാത്ത, ചിലർക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും, എങ്കിലും മോസ്റ്റ് അങ്ങനെ അധികം കേട്ടുകേൾവി ഇല്ലാത്ത, എല്ലാവർക്കും അങ്ങനെ പരിചയമില്ലാത്ത കുറച്ച് ടേംസ്, പുതിയ ബാങ്കിങ് ടേംസ് വന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ന്യൂ ലിമിറ്റ് ഓഫ് WMA? വാട്ട് ഈസ് ദ ന്യൂ ലിമിറ്റ് ഓഫ് WMA? അപ്പോൾ എന്താണ് WMA എന്ന് പറയുന്നത്? WMA മീൻസ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ആണ് WMA. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് എന്താണ്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒന്ന് തിരിക്കും. എന്നിട്ട് ഓരോ സമയം ഓരോ ഹാഫിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ലാബാണ് ഫിക്സ് ചെയ്യുന്നത്. ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ 2026-27 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഏപ്രിൽ 1 മുതൽ. അപ്പോൾ ആദ്യത്തെ 6 മാസത്തേക്കായിരിക്കും ഈ ലിമിറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ന്യൂ ലിമിറ്റ് ഓഫ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ആണ്, പുതിയ ലിമിറ്റ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 2.5 crore, 2 crores, 3 crores, 4 crore. അപ്പോൾ പുതിയ ലിമിറ്റ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇയർ H1 H2 എന്ന് തിരിച്ചിട്ട് ഇത് H1-ൻ്റെ ആണ്, ആദ്യത്തെ ഹാഫിൻ്റെയാണ് ഈ സ്ലാബ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അത് സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്തേക്കാം, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ആസ് പെർ പ്രസൻറ്റ് റെഗുലേഷൻസ് 2.5 crore ആണ് ഇപ്പോഴത്തെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിൻ്റെ പുതിയ ലിമിറ്റ് പറയുന്നത്. അപ്പോൾ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസിനെ പറ്റി പറയാം. കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാനൊന്നും നമുക്ക് വായിക്കേണ്ട. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ഈസ് എ മെക്കാനിസം യൂസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അണ്ടർ ഇറ്റ്സ് ക്രെഡിറ്റ് പോളിസി ടു പ്രൊവൈഡ് ടു സ്റ്റേറ്റ്സ്. ഇത് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്താണെന്ന് അറിയാലോ അല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റുകൾക്ക് ലോണുകൾ കൊടുക്കുമ്പോൾ അതിനെയാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഇപ്പോൾ സെൻട്രൽ ആയിക്കോട്ടെ, ഓരോ സ്റ്റേറ്റിനായിക്കോട്ടെ, അങ്ങനെ അഡ്വാൻസസ് കൊടുക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ്. ദിസ് ഈസ് ഗൈഡഡ് അണ്ടർ സെക്ഷൻ 17(5) ഓഫ് RBI ആക്ട്. 17(5) പ്രകാരമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട് കേട്ടോ. നോർമൽ ഉണ്ട്, സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ നോർമൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ആർ ക്ലീൻ അഡ്വാൻസസ്. ഇവനെ നമ്മൾ ക്ലീൻ അഡ്വാൻസസ് എന്നാണ് പറയുന്നത് സാധാരണ തരത്തിൽ. പക്ഷേ സ്പെഷ്യൽ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ അത് ലോണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. കണ്ടോ, പ്രൊവൈഡഡ് അഗെയിൻസ്റ്റ് ദ പ്ലെഡ്ജ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ സാധാ ലോൺ ആയിരിക്കും, സാധാ ജസ്റ്റ് അഡ്വാൻസ് ആണ് കൊടുക്കുന്നുണ്ടോ. പക്ഷെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. ആരുടെ? ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത് ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്താ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഓരോ സമയത്ത് പീരിയോഡിക്കലി അത് റിവൈസ് ചെയ്യാറുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോഴത്തെ പ്രസൻറ്റ് റെഗുലേഷൻ പ്രകാരം 2.5 lakhs crore ആണ്. കണ്ടോ, ഹാഫ് 1 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇപ്പോഴത്തെ ഇതാണ്. ഇതിടയ്ക്ക് അടുത്തതിലാവുമ്പോഴത്തേക്കും ചിലപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ നാഷൻവൈഡ് കപ്പാസിറ്റി building initiative of RBI specifically for urban cooperative banks. എന്താണ്?
ഡാഷ് ഈസ് എ nationwide capacity building initiative of RBI specifically for urban cooperative bank. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അങ്ങനെ ആ ഒരു സ്പെസിഫിക് ഏരിയ അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. മിഷൻ സാക്ഷം, മിഷൻ കോപ്പറേഷൻ, മിഷൻ സഹകാരി, നൺ ഓഫ് ദീസ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? ഇപ്പോൾ നമുക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മിഷൻ കോപ്പറേഷൻ ആണോ അല്ലെങ്കിൽ മിഷൻ സഹകാരിയാണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ആൻസർ വരുന്നത് മിഷൻ സാക്ഷം ആണ്. മിഷൻ സാക്ഷം. അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാം കേട്ടോ. Reserve Bank of India has launched Mission Saksham for capacity building of the urban cooperative banking sector. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിലുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഒരു ഏരിയയ്ക്ക് ഒരു ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ മിഷൻ സാക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുക കുറേ പ്രോഗ്രാംസ് ഇതിൻ്റെ കീഴിലുണ്ടായിരിക്കും. മിഷൻ സാക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നമ്മുടെ ബോർഡ് മെമ്പേഴ്സിന്, സീനിയർ മാനേജേഴ്സിന്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവുക. മാക്സിമം ആ റീജിയണൽ ലാംഗ്വേജിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ ഏത് സ്ഥലത്തെ ആണോ ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ കൊടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതാണ് മിഷൻ സാക്ഷൻ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RBI introduced continuous clearing system for dash. RBI introduced continuous clearing system for dash. NEFT, checks, RTGS, none of this. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് എന്തിനാണ്? നെഫ്റ്റിനാണോ, ചെക്കിനാണോ, RTGS-നാണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് ചെക്കുകൾക്കാണ്. ക്ലിയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ചെക്കുകൾക്കാണ് അല്ലേ, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഈ കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? സാധാരണ കേസിൽ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ് നടത്താനായിട്ട് ചിലപ്പോൾ 1-2 ദിവസം എടുത്തേക്കാം. പക്ഷേ ഈ കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം പ്രകാരം എന്ന് പറയുന്നത് നമ്മുടെ കൺഫർമേഷൻ സെഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കൺഫർമേഷൻ സെഷൻ എന്ന് പറയുമ്പോൾ പ്രസൻറ്റേഷൻ, നമ്മൾ ചെക്ക് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ പേയ്ക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത് വരെയുള്ള ഒരു സെഷനെയാണ് കൺഫർമേഷൻ സെഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം എന്നുദ്ദേശിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം ഒരു ഫ്യൂ അവേഴ്സിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്ത് എത്ര മണിക്കൂറുകൾക്കകം തന്നെ അതിൻ്റെ പേയുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആക്കുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ഈ കണ്ടിന്യൂസ് ക്ലിയറിംഗ് സിസ്റ്റം മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇത് കൊണ്ടുവന്നത്. എന്നാണ് August 8, 2024 ഇങ്ങനൊരു സിസ്റ്റം വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. The next one. Countries classified by FATF as jurisdiction under increased monitoring due to deficiencies in anti-money laundering framework are placed in which list? ഇതൊക്കെയാണ് റെഡ് ലിസ്റ്റ്, ബ്ലാക്ക് ലിസ്റ്റ്, വൈറ്റ് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ്. FATF അറിയാലോ അല്ലേ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ വാച്ച് ഡോഗാണ്. എല്ലാവർക്കും അറിയാം മണി ലോണ്ടറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് ഗ്ലോബലി ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ത്, FATF. അപ്പോൾ FATFിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താ, മെമ്പർ കൺട്രീസിൽ എന്തെങ്കിലും മണി ലോണ്ടറിങ് ഒക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കുക എന്നുള്ളതാണ്. സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് മണി ലോണ്ടറിങ് മണി ലോണ്ടറിങ് ഉണ്ട്, അല്ലെങ്കിൽ ആൻറ്റി മണി ലോണ്ടറിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണില്ല, അങ്ങനെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ FATFിൽ 2 ലിസ്റ്റുകളുണ്ട്. അതിൽ 2 എണ്ണമാണ് ബ്ലാക്ക് ലിസ്റ്റും ഗ്രേ ലിസ്റ്റും.
അപ്പോൾ ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാർണിംഗ് സ്റ്റേജ്. ഏതെങ്കിലും കൺട്രീസിനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സ്റ്റേജ് ആണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണി ലോണ്ടറിങ് കൂടുതലായിട്ടുണ്ട്, അത് കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെയും കൂടി അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർണിംഗ് സ്റ്റേജിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസിനെ എല്ലാം എവിടെ പെടുത്തും? ഗ്രേ ലിസ്റ്റിൽ പെടുത്തും. ഓക്കെ. പിന്നീട് ഈ ഗ്രേ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കൺട്രീസിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നീടും അവർ പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ്, ഈ ആൻറ്റി മണി ലോണ്ടറിങ്ങിൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ ആണ് സംഭവിക്കുന്നത്. ഈ രാജ്യത്തിനെ ഒറ്റപ്പെടുത്തും. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റോ ഒരു ട്രേഡോ ഒന്നും ഒരു കോപ്പറേഷനോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻക്രീസ്ഡ് മോണിറ്ററിങ് ഡ്യൂ ടു ഡെഫിഷ്യൻസീസ് ഇൻ മണി ലോണ്ടറിങ്. മണി ലോണ്ടറിങ്ങിൽ ആൻറ്റി മണി ലോണ്ടറിങ്ങിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന്. ഇത് ഫസ്റ്റത്തെ സ്റ്റേജാണ്. അപ്പോൾ അത് വരണത് ഗ്രേ ലിസ്റ്റ് ആണ് കേട്ടോ. ഓടിച്ചെന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തില്ല. അപ്പോൾ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെടുത്തണത് ഗ്രേ ലിസ്റ്റിലാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാണ് ഫോം ചെയ്തത്, എന്നാണ് ഇന്ത്യയിൽ മെമ്പറായി എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? കണ്ടോ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ബ്ലാക്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നോട്ട് ഇൻറ്റൻഡഡ് ടു കൺട്രോൾ ഫിനാൻഷ്യൽ ക്രൈംസ്. ദെയർ ട്രേഡ് ആക്ടിവിറ്റീസ് ആർ നോട്ട് ഗൈഡഡ് ടു പ്രിവെൻറ്റ് മണി ലോണ്ടറിങ്. അവരെന്ത് മീൻസ് മണി ലോണ്ടറിങ്ങിനെ തടയാനായിട്ട് ഒരു വലിയ ഇനീഷ്യേറ്റീവ് ഒന്നും എടുക്കണില്ല അല്ലേ? ദെയർ ആൻറ്റി മണി ലോണ്ടറിങ് ഫ്രെയിംവർക്ക്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു ഡീൽ വിത്ത് ദ ഗ്ലോബൽ ത്രെറ്റ് ഓഫ് മണി ലോണ്ടറിങ്. ദെയർ ട്രേഡ് ആക്ടിവിറ്റീസ് ഓൾസോ പുട്ട് അതർ കൺട്രീസ് അറ്റ് റിസ്ക് ഓഫ് ഫിനാൻഷ്യൽ. ഇപ്പോൾ അവരുടെ ട്രേഡ് ആക്ടിവിറ്റി മറ്റു രാജ്യങ്ങളെ കൂടി ഇതിൽ പെടുത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐസൊലേഷനാണ് ബ്ലാക്ക് ലിസ്റ്റിൽ. അതോടൊപ്പം തന്നെ ഗ്രേ ലിസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഹൈ റിസ്ക്, കൂടുതലും മണി ലോണ്ടറിങ് ഇങ്ങനെ ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ് ഗ്രേ ലിസ്റ്റ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ. In case of non-profit organization, transactions more than dash must be reported to ഡേഷ്. അതായത് ട്രാൻസാക്ഷൻസ് ഡേഷ് അല്ല കേട്ടോ, മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു FIUIND, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം റിസ്ക് കാറ്റഗറി നമ്മൾ പഠിച്ചപ്പോൾ അല്ലേ, റിസ്കിനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. റിസ്ക് കസ്റ്റമേഴ്സിൽ ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഹൈ റിസ്ക് കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്ത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണത്? ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഏതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവരുടെ ട്രാൻസാക്ഷൻസ് ഇത്ര രൂപയ്ക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് എവിടേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ FIUINDയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10 crore, ഓപ്ഷൻ ബി 20 crore, ഓപ്ഷൻ സി 30 crore, ഓപ്ഷൻ ഡി 25 crore. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കേസിൽ 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഡീറ്റെയിൽസ് FIUINDയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതിനെപ്പറ്റി പറഞ്ഞ് നമുക്ക് സമയം കളയേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ദെൻ ഹൂ റെഗുലേറ്റ്സ് ദ മെർച്ചൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മെർച്ചൻറ്റ് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ് RBI, SEBI, ഗവൺമെൻറ്, നൺ ഓഫ് ദിസ്. അപ്പോൾ മെർച്ചൻറ്റ് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യണത് ആരാ? SEBI ആണ് അല്ലേ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ബാങ്കുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് RBI ആണ്. മെർച്ചൻറ്റ് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും ബാങ്കുകളല്ല അല്ലേ? ബാങ്കിങ് സർവീസുകൾ, ഇപ്പോൾ അതായത് ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ മെർച്ചൻറ്റ് ബാങ്കുകളുടെ പ്രത്യേകത. ഇപ്പോൾ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക, ഇപ്പോൾ ഡിബഞ്ചറുകൾ, അതേപോലെ തന്നെ ലോൺ എടുക്കാനായിട്ട് സഹായിക്കുക, അതൊക്കെയാണ് സാധാരണ കേസിൽ. ഇൻഷുറൻസ്, അതെല്ലാം വരുന്നത് മെർച്ചൻറ്റ് ബാങ്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? SEBI ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. The next question.
അപ്പോൾ മെർച്ചന്റ് ബാങ്കിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? റെഫേഴ്സ് ടു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ. ചില കേസിൽ മെർച്ചന്റ് ബാങ്കിങ് ആര് ചെയ്യാറുണ്ട്? ബാങ്കുകൾ ചെയ്യാറുണ്ട് കേട്ടോ, അതറിയാലോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നോർമൽ കേസിൽ ഇത് ചെയ്യാറുള്ളത്. എന്താണ് ട്രഡീഷണൽ ബാങ്കിങ് സർവീസസ് ഫോക്കസിങ് ഓൺ ഇൻഡിവിജ്വൽ സേവിങ്സ് ആൻഡ് ലോൺസ്. മെർച്ചന്റ് ബാങ്കിങ് ഡീൽസ് വിത്ത് ലാർജ് സ്കെയിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് മെർച്ചന്റ് ബാങ്കിങ്ങിൽ വരുന്നത്. The next question. The applications for the branch opening of NBFC. The application must be submitted through which portal? അതായത് NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിന് വേണ്ടിയിട്ട് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനുള്ള അപ്ലിക്കേഷൻ എവിടെയാണ് കൊടുക്കേണ്ടത്? എന്താണ്? നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിന് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇ കുബേർ, ഓപ്ഷൻ ബി ദർപ്പൺ പോർട്ടൽ, ഓപ്ഷൻ സി പ്രവ പോർട്ടൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇ കുബേർ എന്ന് പറയുന്നത് എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർ ബാങ്കിങ് സൊല്യൂഷൻ ആണ് ഇ കുബേർ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ദെൻ ദർപ്പൺ പോർട്ടൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആൻസർ വരുന്നത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിന് ബ്രാഞ്ചുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രവാഹ് പോർട്ടലിലാണ്. പ്രവാഹ്. ഓക്കെ. ദെൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് UPI based digital credit solutions for women self-help group members? അതായത് UPI ബേസ്ഡ് ഡിജിറ്റൽ ക്രെഡിറ്റ് സൊല്യൂഷൻ ആണ്. UPI യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഡിജിറ്റൽ ഡിവൈസസ് ഡിജിറ്റലായിട്ട് ക്രെഡിറ്റ് ലോണുകൾ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ബാങ്ക് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ അങ്ങനെയുള്ള അക്കൗണ്ട് ഉള്ള മെമ്പേഴ്സിന് 5,000 മുതൽ 10,000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇത് പ്രകാരം UPI ബേസ്ഡ് ഡിജിറ്റൽ ക്രെഡിറ്റ് സൊല്യൂഷൻസ് പ്രകാരം ഇത് തുടങ്ങിയത് ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ ഇതെന്താണ്? ഈ ജൻധൻ യോജന അക്കൗണ്ടുള്ള ആൾക്കാർക്ക് 5,000 രൂപ വെച്ചിട്ട് UPI ത്രൂ ഡിജിറ്റൽ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അവരുടെ UPI ട്രാൻസാക്ഷൻസ് വഴി ലോൺ എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ആർക്കാണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ മെമ്പറായിട്ടുള്ള ആൾക്കാർക്ക്. അതൊന്നും ഓർക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the new scheme launched for immediate life-saving medical care for road accident victims? What is the new scheme launched for immediate life-saving medical care road accident victims? അതായത് റോഡ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് മീൻസ് അത് സംഭവിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ, അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ഏതാണ്? എന്താണ്? ദ ന്യൂ സ്കീം ലോഞ്ച്ഡ് ഫോർ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ ഫോർ റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ്. എന്താണ്? PMJJBY, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, PM റാഹത്ത്, നൺ ഓഫ് ദിസ്. ഇതെന്ത് തന്നെയായാലും ഇത് രണ്ടും അല്ലാന്ന് നമുക്കറിയാം അല്ലേ. ജീവൻ ജ്യോതിയും അല്ല, ഇത് ജീവൻ ജ്യോതി എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണ്. ദെൻ ഇത് സുരക്ഷാ ബീമ എന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ്. PM രാഹത്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. PM രാഹത്താണ്. അതായത് നമുക്ക് തന്നെ അറിയാം, ചിലവർ ഇപ്പോൾ പെട്ടെന്ന് റോഡ് ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അല്ലേ, പെട്ടെന്ന് ഉണ്ടാവുന്ന സംഭവം. ആ സമയത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ചില ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൈസ അടയ്ക്കാണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പോലും തുടങ്ങാത്ത ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ഇത് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ജീവന് ഹാനി വരുത്താത്ത രീതിയിൽ
മിനിമം ഇത്ര രൂപയെങ്കിലും ആക്സിഡൻറ്റ് പറ്റി ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപയെങ്കിലും കൊടുത്ത് ആജീവൻ രക്ഷിക്കുക. അതാണ് മെയിനായിട്ട് ഈ PM രാഹത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്. By ensuring that no accident victim is denied life-saving treatment due to financial constraints. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ് റാഹത്ത്. കണ്ടോ, റോഡ് ആക്സിഡൻറ്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻ്റ് ആണ് റാഹത്ത്. എന്താണ്? റോഡ് ആക്സിഡൻറ്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് റാഹത്ത്. അപ്പോൾ സ്കീം മാർക്സ് ആസ് എ decisive step towards lives of road accident victims and strengthening India's emergency care ecosystem. അപ്പോൾ ഇന്ത്യയുടെ എമർജൻസി കെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് പ്രകാരം ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. 1,50,000 1,50,000 രൂപ വരെ ക്യാഷ് കൊടുക്കാണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. എത്ര വരെ? 7 ദിവസം വരെ. 7 ദിവസം വരെ. നമുക്കറിയില്ല എത്ര രൂപ ഓരോ ദിവസം വരുന്നുള്ളത്. മാക്സിമം 1,50,000 രൂപ വരെ ക്യാഷ്, വിത്തൗട്ട് ക്യാഷ് പേയ്മെൻറ്റ് ഇയാളുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, ഹോസ്പിറ്റലുകൾ കൊടുക്കണം എന്നുള്ളതാണ് PM രാഹത്തിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് a customer leaves their belongings or documents accidentally in the bank, what is the role of the bank while holding these items? ഇപ്പോൾ ഒരാൾ തൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്കിൽ മറന്നു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാങ്ക് ഏത് റോളാണ് എടുക്കുക എന്നുള്ളത്? ഏജൻ്റ് ആണോ, ട്രസ്റ്റി ആണോ, ബെയിലി ആണോ, ഡെപ്റ്റർ ആണോ? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഏജൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. മീൻസ് ഇപ്പോൾ ബാങ്ക് ഏജൻ്റായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ? കസ്റ്റമർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ ബാങ്ക് ചെയ്യുന്നതാണ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ദെൻ ട്രസ്റ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാങ്ക് ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ പറയുന്നത് ബെയിലിയാണ്. സേഫ് കസ്റ്റഡി ഓഫ് ആർട്ടിക്കിൾസിലാണ് ബെയിലി വരുന്നത്. ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്? പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഡെപ്റ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ട്രസ്റ്റിയാണ്. എന്താണ്? അയാളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഒരു കസ്റ്റമർ തൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്കിൽ മറന്നു വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ട്രസ്റ്റി ബെനിഫിഷ്യറി ആണ്. ട്രസ്റ്റി ആയിട്ട് ബാങ്കും ബെനിഫിഷ്യറി ആയിട്ട് കസ്റ്റമറുമാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന് മുമ്പായിട്ട് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം മിസ് പറയാം. നമ്മുടെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ JDCയുടെ കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ എന്താ ഡിഗ്രിയുടെ എക്സാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് BCom പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. BCom പഠിക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ, CSEB പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടും ഇൻ എൻട്രി നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരികയാണ്. എന്താണെന്നറിയണ്ടേ? നമ്മുടെ CSEBയുടെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എൻട്രി നടത്തുവാണ് കേട്ടോ. എൻട്രി CSEB എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് വരുന്നത് മെയ് 24 10 മണി മുതൽ അതിൻ്റെ മെയ് 25 10 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതുന്നവർക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുന്ന എല്ലാവർക്കും നമ്മുടെ CSEBയുടെ ബാച്ചിൽ ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എൻട്രിയിൽ പഠിക്കാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്താണ്? എക്സാം എഴുതുന്ന എല്ലാവർക്കും നമ്മുടെ ഇപ്പോഴത്തെ ഫീസിനേക്കാൾ നല്ല ഇളവിൽ നമ്മുടെ കോഴ്സ് പഠിക്കാമെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ കേസിൽ ഈ എക്സാം എഴുതി ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 50% നമ്മുടെ കോഴ്സ് ഫീസ് എത്രയാണോ അതിൻ്റെ 50% ഫീസ് മാത്രം അടച്ചാൽ മതി. എൻട്രിയിൽ നിന്നും ഫുൾ CSEBയുടെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ആൾക്കാർക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാർ, അതായത് ടോപ്പർക്ക് മാത്രം. മറ്റത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഫീസ് ഇളവോടുകൂടി പഠിക്കാം എന്നുള്ളതും ഒരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് ഓർത്ത് വയ്ക്കുക. മെയ് 24 10 മണിക്ക് തുടങ്ങി
എൻഡ് ചെയ്യുന്നത് മെയ് 25 10 മണി വരെയാണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് എക്സാം എഴുതാം. മാക്സിമം എല്ലാവരും എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ എക്സാം എന്ന് പറയുന്നത് അത്ര വലിയ ടഫ് ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ CSEB എക്സാമുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടുന്നതല്ല. മാക്സിമം എല്ലാവരും അത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ CSEB ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത അറിയാം എല്ലാവർക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് എല്ലാ ടോപ്പിക്കിൻ്റെയും റെക്കോർഡ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. മറ്റൊരു പ്രത്യേകത ലൈവ് സെഷൻ ഉണ്ട് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എല്ലായിടത്തും കിട്ടും. പക്ഷേ അതിൻ്റെ ലൈവ് സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർ, ആ ക്ലാസ് എടുത്ത ടീച്ചർ തന്നെ നിങ്ങൾക്ക് ലൈവിൽ വന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററേയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുന്ന ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എക്സാമുകൾ എഴുതി ശീലമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ ഒരു കൂട്ടം ബെനിഫിറ്റ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ CSEBയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇതിൻ്റെ താഴെ കാണിക്കുന്ന ലിങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് എക്സാം എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ നോക്കൂ. ടോട്ടൽ ക്വസ്റ്റ്യൻ 100 ആയിരിക്കും. ടോട്ടൽ മാർക്ക് 100 തന്നെയാണ്. ടോട്ടൽ ടൈം 90 മിനിറ്റ്സ് ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലോൺ ടു സ്മോൾ ഫാർമേഴ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് agricultural land is classified under dash. എന്താണ്? ലോൺ ടു സ്മോൾ ഫാർമേഴ്സ് ഫോർ ദ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ഡാഷ്. എന്താണ് ലോൺ ടു സ്മോൾ ഫാർമേഴ്സ്? സ്മോൾ ഫാർമേഴ്സിന് എന്തിനു വേണ്ടിയിട്ട്? അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോണുകൾ ഇതിലേത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഓപ്ഷൻ എ retail loan, option B allied activities, option C priority sector, option D agriculture farm creditor. റീറ്റെയിൽ ലോൺ അല്ല, എല്ലാവർക്കും അറിയാം അല്ലേ? ദെൻ അലൈഡ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസാണ് അലൈഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതല്ല. പ്രയോറിറ്റി സെക്ടറും അല്ല അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് അഗ്രികൾച്ചർ ഫാം ക്രെഡിറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ആൻസർ വരുന്നത് അഗ്രികൾച്ചർ ഫാം ക്രെഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാങ്ക്സ് മസ്റ്റ് പ്രിസർവ് ദ റെക്കോർഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഫോർ ഹൗ മെനി ഇയേഴ്സ്? എന്താണ്? ബാങ്കുകൾ തൻ്റെ കസ്റ്റമേഴ്സിൻ്റെ റെക്കോർഡ്സ് പ്രിസർവ് ചെയ്യണം. എത്ര നാളത്തേക്കാണ് പ്രിസർവ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 5 to 8 years, ഓപ്ഷൻ ബി 3 to 5 years, ഓപ്ഷൻ സി 5 to 10 years, ഓപ്ഷൻ ഡി 8 to 10 years. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? എത്ര നാളത്തേക്കാണ്? നമ്മൾ ഒരു വർഷം പഠിച്ചിട്ടുണ്ട് 5 വർഷം എന്നുള്ളത്. പക്ഷെ ഇവിടെ നോക്കൂ, 3 സ്ഥലത്ത് 5 വന്നിട്ടുണ്ട് അല്ലേ? അപ്പം എന്തിവിടെ ആൻസർ വരുന്നത് 5 to 8 years ആണ്. 3 to 5 എന്ന് പറയുമ്പോൾ മിനിമം 3 ആവും അല്ലേ? അപ്പം അങ്ങനെയല്ല, 5 to 8 years. ശരിക്കും പറഞ്ഞാൽ 5 വർഷമാണ്. പക്ഷേ ചില ബാങ്കുകൾ 5 വർഷം മുതൽ 8 വർഷം വരെ തൻ്റെ കസ്റ്റമേഴ്സിൻ്റെ റെക്കോർഡ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സോ ദ ആൻസർ ഈസ് 5 to 8 years. 5 to 8 years ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a joint account, if X and Y want the survivor to operate the account after the death of the X, what is the operation of the account? അതായത് XY എന്നുള്ളൊരു ജോയിൻ്റ് അക്കൗണ്ട് ആണ്. ഇവിടെ എക്സ് പറയുകയാണ് എന്ത്? തൻ്റെ മരണശേഷം വൈക്ക് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് അക്കൗണ്ടാണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്?
ഇല്ല, either or സർവൈവർ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ അങ്ങനെയാണെങ്കിൽ എക്സിനും വൈനും തുല്യാവകാശമാണ്. അതിന് എക്സ് മരിക്കണം എന്നില്ല, രണ്ടാൾക്കും തുല്യാവകാശം ഉള്ളതാണ് എന്ത്, either or സർവൈവർ. ദെൻ ഫോർമർ ഓർ സർവൈവറിലാണ് എന്ത്, ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ മരിച്ചതിന് ശേഷം സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടുന്നതാണ് എന്ത്, ഫോർമർ ഓർ സർവൈവറിൽ. ലാറ്റർ ഓർ സർവൈവർ എന്ന് പറയുമ്പോൾ വൈക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് അക്കൗണ്ട് ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ മാത്രം ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ വരുന്നതാണ് എന്ത്, ലാറ്റർ ഓർ സർവൈവറിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും, ഫോർമർ ഓർ സർവൈവർ ആണ് കേട്ടോ ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് എബവ് വിച്ച് എമൗണ്ട് മസ്റ്റ് ബി വെരിഫൈഡ് വിത്ത് UV ലാമ്പ്. അതായത് ഇത്രയോ രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾ ബാങ്കിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ UV ലാമ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട്. അത് എത്ര രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകളാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എബോവ് 50,000, then option B above 1 lakhs, option C above 2 lakhs, option D above 5 lakhs. So the answer is above 1 lakh. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏത് ചെക്ക് ബാങ്കിൽ വന്നാലും അത് UV ലാമ്പിൽ വെച്ചിട്ട്, UV ലാമ്പിൻ്റെ ഇതിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് നിയമം പറയുന്നത്, RBI നിഷ്കർഷിച്ചിട്ടുള്ളത്. The next question, what is the maximum FD amount payable in cash? അതായത് നമ്മൾ FD മെച്യൂർഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ എടുക്കാം അല്ലേ, പക്ഷേ ഇവിടെ എത്രയോ രൂപ വരെ ക്യാഷ് ആയിട്ട് കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതെത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ A 10,000, ഓപ്ഷൻ B 20,000, ഓപ്ഷൻ C 25,000, ഓപ്ഷൻ D 50,000. ഇതിൻ്റെ ആൻസർ വരുന്നത് 20,000 ആണ്. 20,000 രൂപ വരെ ക്യാഷ് ആയിട്ട് കൊടുക്കും, അതിന് മുകളിലേക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെല്ലാ ബാങ്കുകളും പാലിക്കണം എന്നില്ല, ഇത് നമ്മുടെ RBI പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഹൈ NPA ലെവൽ ഇൻ എ ബാങ്ക് ഇൻഡിക്കേറ്റ്സ്. എന്താണ്, ഒരു ബാങ്കിൽ NPA കൂടുതലാണ്, നോൺ പെർഫോമിംഗ് അസറ്റ്. ഹൈ NPA ലെവൽ ഇൻ എ ബാങ്ക് ഇൻഡിക്കേറ്റ്സ്, NPA ലെവൽ കൂടുതലാണെന്നുള്ളതിന് എന്താണ്, ഓപ്ഷൻ A ഓപ്പറേഷണൽ റിസ്ക്, ഓപ്ഷൻ B ക്രെഡിറ്റ് റിസ്ക്, ഓപ്ഷൻ C മാർക്കറ്റ് റിസ്ക്, ഓപ്ഷൻ D റെപ്യൂട്ടേഷണൽ റിസ്ക്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഹൈ NPA ലെവൽ. ഫസ്റ്റ് വൺ ഓപ്പറേഷണൽ റിസ്ക് ആണ്. എന്താണ് ഈ ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്, ബാങ്ക് എംപ്ലോയീസ് അല്ലെങ്കിൽ ബാങ്കിലെ സിസ്റ്റംസ് തകരാറാവുന്നത് മൂലം വരുന്ന റിസ്ക്കാണ് ഓപ്പറേഷണൽ റിസ്ക്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ബാങ്കിനുണ്ടാകുന്ന റിസ്ക്കാണ് ക്രെഡിറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മൂലം വരുന്ന റിസ്ക്കാണ് മാർക്കറ്റ് റിസ്ക്. റെപ്യൂട്ടേഷൻ റിസ്ക് എന്ന് പറയുമ്പോൾ സൽപ്പേരിനുള്ളൊരു കോട്ടമാണ് അല്ലേ, ഒരു മോശം സർവീസ് ആണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് ആ ബാങ്കിൻ്റെ ഇമേജ് പോകുന്നതാണ് റെപ്യൂട്ടേഷണൽ റിസ്ക്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഹൈ NPA ലെവൽ ഇൻ എ ബാങ്കിൽ NPA കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് റിസ്ക് ഒന്നും നോക്കാനില്ല, കണ്ണും പൂട്ടി നമുക്കറിയാം എന്ത്, ക്രെഡിറ്റ് റിസ്ക് കൂടുതലാണ് അവിടെ അല്ലേ. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാണ്ടാവുമ്പോൾ അത് NPA ആയി. കൂടുതൽ NPA ഉണ്ട് എന്നുള്ളത് എന്ത് അർത്ഥാക്കണേ, ക്രെഡിറ്റ് റിസ്ക് കൂടുതലാണെന്നുള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ബൾക്ക് ഡെപ്പോസിറ്റ്? ഈ ഡെപ്പോസിറ്റുകൾ FDകൾ തന്നെ പല തരത്തിലുണ്ട്. നമുക്കറിയാം അല്ലേ, സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള FD, നോൺ കോളബിൾ FD, അങ്ങനെ പലതരത്തിലുള്ള FDs ഉണ്ട്. ഇവിടെ മിനിമം എമൗണ്ട് ഓഫ് ബൾക്ക് ഡെപ്പോസിറ്റിൻ്റെ മിനിമം എമൗണ്ട് എത്രയാണെന്നാണ്. ഇത് 1 crore, 2 crore, 3 crore, 5 crore. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആദ്യം 1 crore ആയിരുന്നു, പിന്നീട് 3 crore ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബൾക്ക് ഡെപ്പോസിറ്റിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 3 കോടി രൂപയാണ്. ഇതൊരു പർട്ടിക്കുലർ പീരീഡിലേക്കിടെ ബൾക്ക് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഉള്ളിൽ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ദെൻ മറ്റുള്ള FDയെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ബൾക്ക് ഡെപ്പോസിറ്റിൽ കൊടുക്കുന്നുണ്ടാവുക.
ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, The Banking Regulation Amendment Act 2025 allows depositors to nominate up to dash person. അപ്പോൾ BR ആക്ട് പ്രകാരം, BR ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് 2025. അപ്പോൾ അത് പ്രകാരം ഒരാൾക്ക് എത്ര ആൾക്കാരെ വരെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A 2, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 4, ഓപ്ഷൻ D none of these. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 4 അല്ലേ? മാക്സിമം എത്രത്തോളം ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാം? 4 ആൾക്കാരെ അല്ലേ? 4 ആൾക്കാർ. ഇത് 2 തരത്തിലുള്ള നോമിനേഷൻ നമുക്കറിയാം. എന്ത്? സക്സസീവ് നോമിനേഷനും സൈമുൾട്ടേനിയസ് നോമിനേഷനും. സക്സസീവ് എന്ന് പറയുമ്പോൾ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. A B C D. A മരിച്ചു കഴിഞ്ഞാൽ Bക്ക്, B മരിച്ചു കഴിഞ്ഞാൽ Cക്ക്, C മരിച്ചു കഴിഞ്ഞാൽ Dക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഒക്കെ നമുക്ക് ഇവിടെ കിടക്കുന്നുള്ളതാണ് കേട്ടോ, അറിയാമല്ലോ. അതാണ് സക്സസീവ് നോമിനേഷൻ. സൈമുൾട്ടേനിയസ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ നോമിനേഷൻ വെക്കുന്നു. അപ്പോൾ 4 ആളുണ്ടെങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് ഇത്ര എന്നുണ്ടെങ്കിൽ അത് 4 ആൾക്കും ഓരോ പ്രൊപ്പോർഷൻ വെക്കുന്ന നോമിനേഷനാണ് സൈമുൾട്ടേനിയസ് നോമിനേഷൻ. അതിന് പ്രത്യേകത ഉണ്ട്, ചിലതിന് മാത്രം ഇങ്ങനത്തെ നോമിനേഷൻ അപ്ലിക്കബിൾ ഉള്ളൂ എന്നൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ which of the following does not form a part of stages of money laundering? മണി ലോണ്ടറിങ്ങിൻ്റെ സ്റ്റേജസ് നമ്മൾ 3 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ അല്ലാത്തത് ഏത്? ഡസ് നോട്ട് ഫോം എ പാർട്ട് ഓഫ് സ്റ്റേജസ് ഓഫ് മണി ലോണ്ടറിങ്. മണി ലോണ്ടറിങ്ങിൻ്റെ സ്റ്റേജിൽ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്ലേസ്മെൻറ്റ്, ദെൻ സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ ലയറിങ്, നെക്സ്റ്റ് വൺ ഇൻ്റഗ്രേഷൻ. പിന്നെ നിങ്ങൾ പഠിക്കാത്ത സംഭവം ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ? പ്ലേസ്മെൻറ്റും ലെയറിങ്ങും ഇൻ്റഗ്രേഷനും, ഇത് 3ഉമാണ് മണി ലോണ്ടറിങ്ങിൻ്റെ സ്റ്റേജസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിലല്ലാത്തത് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് ആണ്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which national agency is primarily responsible for receiving, analyzing reports of suspicious financial transactions with enforcement agencies? ഏത് നാഷണൽ ഏജൻസീസ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ, അതായത് ട്രാൻസാക്ഷൻ വിത്ത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഓപ്ഷൻ ബി FATF, ഓപ്ഷൻ സി ഗവൺമെൻറ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിങ്ങിൻ്റെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ബാക്കിയുള്ള ഫിനാൻഷ്യൽ ക്രൈംസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലാണ് കേട്ടോ. റെസ്പോൺസിബിൾ ഫോർ റിസീവിങ്, അനലൈസിങ് റിപ്പോർട്ട്സ് ഓഫ് സസ്പീഷ്യസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ ബാങ്കുകളിലായാലും ഇപ്പോൾ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. EDയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും മീൻസ് സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് EDയിലേക്കാണ്. പക്ഷേ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിങ്ങിനെ തടയാം. അല്ലെങ്കിൽ വാച്ച് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്ലോബൽ വാച്ച് ഡോഗ് എന്നുള്ളത്. അപ്പോൾ അതാണ്, മാറിപ്പോകരുത്, അതാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അറിയാമല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.